നമ്മളിന്ന് പോകുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി മലനിരകളിൽ ഒളിഞ്ഞിരിക്കുന്ന സുന്ദരിയായ ആ സുന്ദരിയെ കാണാനാണ്. ഊട്ടിയെ കാണാനാണ്. ഊട്ടിയെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഞാനും എൻ്റെ ഫ്രണ്ട് സുജിത്തും കൂടിയാണ് ഊട്ടിയിലേക്ക് പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും വയനാട്ടുകാരാണ്. പക്ഷേ ഇതുവരെ ഊട്ടി പോയിട്ടില്ല. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഞങ്ങൾക്കുണ്ട്. ഊട്ടിയിലേക്ക് മാത്രമല്ല, ഊട്ടിക്ക് അടുത്തുള്ള സൂചിമലയിലും പിന്നെ മനോഹരമായ ഗ്ലെൻമോർഗ് എന്ന് പറഞ്ഞ വില്ലേജിലേക്കും വൈബ്രൻ്റായ ഊട്ടി മാർക്കറ്റിലോട്ടും പോപ്പുലറായ നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കൊക്കെ പോയി കേട്ടോ. ആ പോയ റൂട്ട് ഏതെന്നറിയോ? നമ്മുടെ മസനഗുഡി ഊട്ടി റോഡാണ് ഞങ്ങൾ പിടിച്ചത്. എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ലാത്ത ഭംഗിയാട്ടോ ഈ സ്ഥലം. ഞങ്ങൾക്ക് ആകെ ഒരാൾക്ക് ചിലവായത് വെറും 700 രൂപയിൽ താഴെയാണ്. അപ്പോൾ നമ്മുടെ ഈ യാത്ര എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഇത് മിനിങ്ങാടിയാണ്. സുൽത്താൻ ബത്തേരിക്ക് തൊട്ട് മുമ്പുള്ളൊരു ടൗണാണ്. അപ്പോൾ ഇവിടെ രാവിലെ ഒരു 6 മണിയാകുമ്പോൾ ഞാനെത്തി. പിന്നെ സുജിത്ത് വണ്ടിയുമായി വന്നു. അങ്ങനെ അവൻ്റെ സ്കൂട്ടിയിൽ ഞങ്ങൾ നേരെ ഊട്ടി ലക്ഷ്യമാക്കി പോയി. ഇത് ഊട്ടിയല്ല കേട്ടോ. ഈ മഞ്ഞ് കണ്ട് നിങ്ങൾ ഊട്ടിയെ തെറ്റിദ്ധരിക്കേണ്ട. ഇത് വയനാട് തന്നെയാണ്. വയനാട്ടിൽ അപ്പോഴത്തെ ഒരു ടെമ്പറേച്ചർ പറയുന്നത് 16 ഡിഗ്രിയാണ്. നല്ല കോട മഞ്ഞുണ്ടായിരുന്നു. അങ്ങനെ കേരള അതിർത്തി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഗൂഡല്ലൂർ ഭാഗത്തേക്ക് എത്തിയപ്പോൾ. ഗൂഡല്ലൂർ തമിഴ്നാട്ടിലെ ഒരു ടൗണാണ്. ഈ ഗൂഡല്ലൂർ നേരെ ഇപ്പം നമ്മൾ ടൗണിൽ നിന്ന് നേരെ അങ്ങോട്ട് പോയാൽ സ്ട്രെയിറ്റ് പോയാൽ നമ്മൾ നടുവട്ടം ഊട്ടി ആ റോഡ് വരും. നമുക്ക് പോകേണ്ടത് മസനഗുഡി ആയതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് നേരെ തിരിയണം. ഇവിടെ നേരെ ടൗണിൽ ജംഗ്ഷനിൽ നേരെ ലെഫ്റ്റ് തിരിഞ്ഞാലാണ് നമ്മൾ മസനഗുഡി റൂട്ടിലോട്ട് പോകുള്ളൂ. മുതുമല ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മുതുമല ടൈഗർ റിസർവിൻ്റെ ഉള്ളിലൂടെ യാത്ര ചെയ്യാൻ പോകുന്നത്. രാവിലെയൊക്കെ നിങ്ങൾ ഈ റൂട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മൃഗങ്ങളെയും കണ്ടുകൊണ്ട് ആസ്വദിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റും. നമ്മുടെ വലതുവശം നോക്കിയേ, നമ്മുടെ മാൻകൂട്ടന്മാർ പുല്ല് നിന്നുകൊണ്ട് ആസ്വദിച്ച് നടക്കുകയാണ് കേട്ടോ. എന്ത് ഭംഗിയാവന്മാരെ കാണാൻ. ഒരു വയനാട്ടുകാരനായതുകൊണ്ട് തന്നെ ഊട്ടി ഞങ്ങൾക്ക് അധികം ദൂരമുള്ളൊരു സ്ഥലമല്ല. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 98 കിലോമീറ്റർ മാത്രമേ ഊട്ടിയിലേക്ക് ഡിസ്റ്റൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഊട്ടി പോയിട്ട് തിരിച്ചു വരാം. രാവിലെ പോയാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ നാട്ടിലേക്ക് എത്താം. അങ്ങനെ മുതുമല ടൈഗർ റിസർവ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വളരെ പോപ്പുലറായ നമ്മുടെ മസനഗുഡിയിലേക്ക് എത്തിയിരിക്കുകയാണ്. മസനഗുഡി എത്തിയപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, റോഡിൻ്റെ വീതി നന്നായി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വഴി വലിയ വാഹനങ്ങൾ കടത്തിവിടാറില്ല. വലിയ ലോറിയും ബസ്സൊന്നും ഈ വഴിയേ ഇല്ല കേട്ടോ. നമ്മുടെ ബൈക്സും കാറും ജീപ്പും അങ്ങനത്തെ വാഹനങ്ങൾക്ക് മാത്രമേ ഇതിലൂടെ പോകാൻ കഴിയുള്ളൂ. ചെറിയ ചെറിയ മിനി ലോറി ഈ വഴി പോകുന്നത് കണ്ടു. പക്ഷേ നമ്മുടെ ഈ ചുരമൊക്കെ കലട്ടി ഘാട്ട് എന്ന് പറയുന്ന ചുരമുണ്ട്. കലട്ടി ചുരത്തിലെത്തുമ്പോഴത്തേക്കും നമുക്ക് ആ വാഹനം വലുതാവും തോറും വളരെ ബുദ്ധിമുട്ടാണ് അതിലൂടെ കയറിപ്പോകാൻ. ഞാൻ നേരിട്ട് കണ്ടതാണ്. നമ്മളിനി നേരെ പോകുന്നത് കലട്ടി ചുരം കയറാനാണ് കേട്ടോ. നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട്. മസനഗുഡി കഴിഞ്ഞ് പിന്നെ നമ്മൾ എത്തിയിരിക്കുന്നത് ഈ യാത്രയിലെ ഏറ്റവും വലിയ ചലഞ്ചിങ്ങും ആകർഷകവുമായ സ്ഥലത്താണ്. ഇതാണ് കലട്ടി ഘാട്ട്. 36 ഹെയർ പിൻ ബെൻസ് ആണ് ഇവിടെയുള്ളത്. ഹെയർ പിൻ ബെൻസ് അല്ല, ശരിക്കും ഇത് ഹെയർ പിൻ സ്പ്രിങ് എന്ന് വേണമെങ്കിൽ തന്നെ വിളിക്കേണ്ടി വരും. കാരണം അത്രത്തോളം വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്ന ഒരു റോഡാണിത്. ഈ ഒരു റോഡ് ട്രിപ്പിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കലട്ടി ചുരത്തിൻ്റെ ഭാഗമാട്ടോ. കാരണം വല്ലാത്തൊരു മനോഹാരിതയാണ് ഇതിനുള്ളത്. നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മൗണ്ടെയിൻ ശ്രദ്ധിച്ചോ? അതാണ് ബ്ലൂ മൗണ്ടെയിൻസ് എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ കലട്ടി ചുരം കയറുമ്പോൾ നമുക്ക് ഒരുപാട് വാട്ടർഫാൾ കാണാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കലട്ടി വാട്ടർഫാൾ. അത് ഈ ചുരം കയറുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ കാണാൻ കഴിയും. എനിക്ക് അബദ്ധവശാൽ ആ ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ശ്രദ്ധിച്ചോ. ഒരു അടിപൊളി വ്യൂ ആട്ടോ അത്. ചില ഭാഗത്തൊക്കെ വല്ലാത്തൊരു വളവാട്ടത്. ഇതിലൂടെ ഇറങ്ങി പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ ചുരം ഇറങ്ങി പോകുമ്പോൾ നല്ല കെയർഫുള്ളായി തന്നെ ഡ്രൈവ് ചെയ്യണം. അങ്ങനെ കലട്ടി ചുരം കയറിയിട്ട് പിന്നെ നമ്മൾ ഇവിടെ കാണുന്ന ഫസ്റ്റ് വില്ലേജാണിത്. നല്ല രസമായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാനൊക്കെ ആയിട്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ ചുരം ഇറങ്ങുമ്പോൾ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഈ നമ്മുടെ ഈ കലട്ടി ചുരം ഇറങ്ങി മസനഗുഡി വഴി പോകുന്നതെങ്കിൽ ബൈക്കേഴ്സിന് അത് അലൗഡല്ല. അവർ പെർമിഷൻ ഇല്ല, അവർ കടത്തിവിടാറില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോ.
നല്ല തെളിഞ്ഞ ആകാശവും ഒട്ടക്കൊന്നും എന്തൊരു ഭംഗി അറിയോ. ഞങ്ങൾ കുറച്ച് നേരം ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ യാത്ര തുടങ്ങി. ഊട്ടിയിൽ ഞങ്ങൾ പോയപ്പോൾ ടെമ്പറേച്ചർ 10 ഡിഗ്രിയാണ്. അത്യാവശ്യം നല്ല തണുപ്പാണ്. ഇപ്പോൾ ബൈക്കിൽ കൂടി ആകുമ്പോൾ പറയണ്ടല്ലോ. ഞങ്ങളിപ്പോൾ ഇത്രയും ജാക്കറ്റ് ഏകദേശം യൂണിഫോം പോലുള്ള 2 സെയിം ജാക്കറ്റാണ്. അത് ബോംബർ ജാക്കറ്റ് എന്നാണ് പറയുന്നത്. ബോംബർ ജാക്കറ്റ് എന്ന് പറയുമ്പോൾ ഈ 8-10 ഡിഗ്രിയുള്ള ആ ഒരു തണുപ്പിലൊക്കെ ഇടാൻ പറ്റിയ ഒരു അടിപൊളി ജാക്കറ്റാണ്. കുറച്ചുകൂടി വാമായി നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ ഊട്ടിക്ക് മുമ്പുള്ള ഈ വില്ലേജൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. അങ്ങനെ നമ്മളിപ്പോൾ ഉദകമണ്ഡലത്തിലേക്ക് ഊട്ടി പട്ടണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ല സുന്ദരമായ സ്ഥലമാണ് ഇവിടെ. ഈ ഭാഗം ഈ ഒരു ഇറങ്ങുമ്പോൾ തീർച്ചയായും നമുക്കൊരു യൂറോപ്യൻ ടൗണിലെത്തിയൊരു ഫീല് കിട്ടും. കുറച്ച് നേരത്തേക്ക് അത് ഉണ്ടാവുള്ളൂ കേട്ടോ, കുഴപ്പമില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ സാധാ ഇന്ത്യൻ പട്ടണം പോലെ അത്ര വൃത്തിയൊന്നുമില്ലാത്ത സ്ഥലങ്ങളാണ്. ഊട്ടി ടൗൺ അങ്ങനെ അതിഗംഭീരമായൊരു ടൗണൊന്നുമല്ല, പക്ഷേ കുറേ ഭാഗം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ഊട്ടിയിലെ ലോക്കൽ മാർക്കറ്റിലോട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഊട്ടിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ഊട്ടീൻ്റെ മാർക്കറ്റ്, ഇവിടുത്തെ പ്രധാന മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഒരു സൈഡിൽ നിന്ന് കയറുമ്പോൾ തോന്നുന്ന ചെറുതാണ് സംഭവം, പക്ഷേ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു വേറെ ലോകം തന്നെയാണ് കേട്ടോ അത്. കാരണം നീലഗിരിയിലെ നല്ല പച്ചക്കറിയും പഴങ്ങളും എല്ലാം കിട്ടും ഇവിടെ. എന്താ കിട്ടാത്തതെന്നില്ല, എല്ലാം ഇവിടെ കിട്ടും. സ്പൈസസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരുപാട് നാരോ പാസേജസ്, ഒരുപാട് ഇടുങ്ങിയത്തെ വഴിയുണ്ടല്ലോ. അതങ്ങോട്ട് കുറേ ഉണ്ട്. നമുക്ക് ചുറ്റി നടക്കാൻ, കുറേ കാണാനും സാധനം വാങ്ങേണ്ടവർക്ക് വാങ്ങാനൊക്കെ ഉള്ളൊരു സംഭവമായിട്ട് ഇവിടെ ഉള്ളത്. പിന്നെ നല്ല വില കുറവിന് നല്ല ഫ്രഷ് സാധനമൊക്കെ ഇവിടെ നിന്ന് കിട്ടും. നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരുപാട് പ്ലാസ്റ്റിക് ഷീറ്റ് ഇങ്ങനെ വലിച്ചിട്ടിട്ടുണ്ട്. അത് ഓരോന്നും വേറെ കളറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലെ ഒരു കളർ കോമ്പിനേഷൻ തന്നെ നല്ല രസമാണ്, വേറൊരു വൈബാണ്. അങ്ങനെ ഇവിടുത്തെ ചന്തയുടെ കുറച്ച് കാഴ്ചകളൊക്കെ അരമണിക്കൂറോളം കണ്ട് പിന്നെ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അങ്ങോട്ട് ഡിസ്റ്റൻസ് ഉള്ളൂ. എല്ലാ ഈ ടൗണിൽ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഗാർഡനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും പിന്നെ കുറച്ച് നേരം ഫ്രീ ആയിട്ടൊന്ന് സ്വസ്ഥമായിരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം കേട്ടോ ഇത്. ചെറിയൊരു സ്ലോപ്പുള്ളൊരു മൈതാനം കേട്ടോ. പുല്ലൊക്കെ വെട്ടി സുന്ദരമായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നന്നായി അവർ വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മേലോട്ട് മെല്ലെ കയറി പോകണം. പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സ്പോട്ടാണ്. കാരണം ഇവിടെയുള്ള ഓരോ മരങ്ങളും ചെടികളും എല്ലാത്തിലും ഓരോരോ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സയൻറ്റിഫിക് നെയിം, അവന്മാർ ഏത് രാജ്യത്തു നിന്നാണ്, ചൈനയാണോ, ജപ്പാനാണോ, ആഫ്രിക്കയാണോ, അമേരിക്കയാണോ എന്നൊക്കെ അതിലുണ്ട്. പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് ആസ്വദിച്ചിരിക്കാം. തട്ടായിട്ട് നമുക്ക് അവിടെ നിന്ന് കയറി വരുമ്പോൾ പിന്നെ മേലോട്ടൊരു ചെറിയ കുന്ന് കയറുന്ന ടൈപ്പാണ് ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. നമ്മൾ മേലോട്ടൊരു ചെറിയൊരു കുന്ന് കയറി ഫുള്ള് കാഴ്ചകൾ കണ്ട് നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ടിറങ്ങിയിട്ട് ഫുഡും കഴിച്ച് നേരെ ഇനി പോകുന്നത് അധികമാരും പോകാത്ത എന്നാൽ ഒരു മനോഹരമായ വില്ലേജിലേക്കാണ്. ഗ്ലെൻ മോർഗൻ എന്ന് പറയുന്ന ഒരു ടീ എസ്റ്റേറ്റും ലേക്സൊക്കെ ഉള്ള ഒരു വില്ലേജിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഊട്ടിയിൽ നിന്നും 25 കിലോമീറ്റർ മാറിയാണ് ഗ്ലെൻ മോർഗൻ വില്ലേജ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ തിരിച്ച് ഗുഡല്ലൂരിലേക്ക് പോകുമ്പോൾ നമ്മൾ മസനഗുഡി വഴിയല്ല പോകുന്നത്, പൈക്കര, നടുവട്ടം, ഗുഡല്ലൂർ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു വഴി പോകുമ്പോൾ അതിന് മുമ്പുള്ള സ്ഥലങ്ങളാണ് ഈ പറയുന്ന ഗ്ലെൻ മോർഗൻ എന്ന് പറയുന്ന വില്ലേജ്. വളരെ നല്ലൊരു സ്ഥലമായിട്ടുള്ളത്. ടീ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. വളരെ ഓൾഡസ്റ്റ് ആയ നീലഗിരിയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ടീ എസ്റ്റേറ്റ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ ഗ്ലെൻമോർഗിൽ എത്തിയിരിക്കുകയാണ്. ഗ്ലെൻമോർഗ് നോക്കിക്കുക, ഒരു വ്യൂ അവിടെ നിന്ന്. ശരിക്കും ഇവിടെ അധികം ആരും വരാത്തൊരു സ്ഥലമാണ്, അധികം പേർക്കും അറിയില്ല. ഊട്ടിയിൽ വന്ന ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യേണ്ട ഒരു അടിപൊളി ലൊക്കേഷനാണ്.
ഈ ടീ എസ്റ്റേറ്റും അതിൻ്റെ കൂടെയുള്ള നമ്മുടെ ഈ കാണുന്ന ഈ ഗ്ലെൻമോർഗൻ എന്ന് പറഞ്ഞ ലേക്കും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. ഇവിടുത്തെ തന്നെ ഇവിടെ ഒരു പവർ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള പെർമിഷൻ കിട്ടിയില്ല. ഈ ലേക്സ് വരെയാണ് നമ്മൾ വന്നത്. ണോ രാവിലെയൊക്കെ ചെറിയ മഞ്ഞുള്ള സമയത്താണ് ഇവിടെ വരുന്നതെങ്കിൽ പ്രത്യേക ഭംഗിയായിട്ടത് കാണാൻ. നമ്മുടെ ഷെഫീഖ് സാർ എന്ന് പറഞ്ഞ സാറുണ്ട്, പുള്ളി പറഞ്ഞ കേട്ടോ. പുള്ളി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഓരോരോ സ്പോട്ടിലേക്ക് വന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ പണ്ട് നിർമ്മിച്ച പവർ ഹൗസും കാര്യങ്ങളും എന്തൊക്കെയുണ്ട്. അപ്പോൾ അതൊന്നും കാണാനുള്ള ഒരു അവസരം കിട്ടില്ല, കാരണം അവിടെ പോലീസിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അതിന് പെർമിഷൻ ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളത് അങ്ങോട്ടേക്ക് കടത്തി വിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇനി നേരെ പോകുന്നത് നമ്മുടെ സൂചിമലയിലേക്കാണ്. നീഡിൽ റോക്ക് വ്യൂ പോയിൻ്റാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. പോകുന്ന വഴി നമ്മൾ ഈ ഷൂട്ടിംഗ് പട്ടണം, പൈൻ വാലി, അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇന്ന് ഇറങ്ങിയില്ല, മനഃപൂർവ്വം ഇറങ്ങാത്തതാണ്. നമ്മുടെ അടുത്ത സ്പോട്ടായ സൂചിമലയിലേക്കാണ് ഇനി പോകുന്നത്. എക്കോ സ്പോട്ടുകാരും പൊടിയും മാറ്റി വരുന്നുണ്ട്. കയറി വന്നു കേട്ടോ വണ്ടി. പിന്നെ അങ്ങനെ നമ്മളിപ്പോൾ സൂചിമല എത്തിയിരിക്കുകയാണ്. ഇനി സൂചിമല എങ്ങനെയുണ്ടെന്ന് നമുക്ക് വിശദമായി കാണാം. ഇവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ട് കേട്ടോ. 20 രൂപയാണ് ചാർജ് ഒരാൾക്ക്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ടൈമുണ്ട്. അതിനുള്ളിൽ വന്നാലാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് കടത്തി വിടുള്ളൂ. അപ്പോൾ എൻട്രി ടിക്കറ്റ് നമ്മൾ കൊടുക്കണം. ഇവിടെ വരെ ആൾക്കാർക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എൻട്രി ടിക്കറ്റ് മേടിച്ച് കൊടുത്ത് നമ്മളിവിടെ ഇനി ഉള്ളിലോട്ട് ഇനി ഇറങ്ങുകയാണ്. ഇവിടെ കണ്ടോ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പും കാര്യങ്ങളുണ്ട്. അങ്ങോട്ടേക്ക് എൻട്രി ചെയ്യാനുള്ള ഇതാണ്. പൈൻ മരത്തിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ നടന്ന് നമ്മൾ നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് കാണാൻ പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാനും സുഹൃത്തും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചത് ഫുള്ളി വളരെ കൗതുകമുള്ളൊരു യാത്രയായിരുന്നു. അതിൽ ഏറ്റവും അവസാനത്തെ ഒരു ഡെസ്റ്റിനേഷനാണ് ഈ പറയുന്ന സൂചിമല. ഇതിൻ്റെ അടുത്ത് തവളമല എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിനടുത്തുള്ളൊരു വലിയ മലയുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. പോയി നോക്കാം അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ ഈ സംഭവം നേരെ നമ്മളിപ്പോൾ നടന്ന് പോകുന്ന സൂചിമല കയറി ഒരു ഒബ്സർവേഷൻ സംഭവം ഉണ്ട് അവിടെ, വ്യൂ പോയിന്റ്, അങ്ങോട്ടാണ് പോകുന്നത്. ഈ സൂചിമല എന്ന് പറയുന്നതേ നമ്മുടെ ഈ ഇവിടുത്തെ റോക്ക് ഫോർമേഷനും സൂചിൻ്റെ മാതിരി ആയിട്ടുണ്ട്. അതാണ് അങ്ങനെ ഒരു പേര് വന്നത്. പിന്നെ നമ്മളിപ്പോൾ അങ്ങോട്ട് ഈ കാണുന്ന മല, ആ ഭാഗമുണ്ടല്ലോ, അതൊക്കെയാണ് തവളമല എന്ന് പറയുന്നത്. ഇതിന് നേരെ മേലെയുള്ളത്, ഇതിനെക്കാട്ട് സൂചിമലിനെക്കാട്ടും ഹൈറ്റാണ് അതിനുള്ളത്. അങ്ങനെ നമ്മൾ റൂട്ടിൽ നിന്ന് നടന്നിപ്പോൾ പ്രധാന വ്യൂ പോയിൻ്റായ ഇവിടെ എത്തിയിരിക്കുകയാണ്. കയറ്റം കയറിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന ഫോറസ്റ്റ് ശ്രദ്ധിച്ചു, അതാണ് നമ്മുടെ മുതുമല ടൈഗർ റിസർവ് കേട്ടോ. അതിൻ്റെ മുകളിലാണ് ഈ പറയുന്ന നീഡിൽ റോക്ക് വ്യൂ പോയിൻ്റൊക്കെ വരുന്നത്. നമ്മുടെ ലെഫ്റ്റ് സൈഡ് നിങ്ങൾ ശ്രദ്ധിച്ചു, അതാണ് ഗൂഡല്ലൂർ ഭാഗം. ഗൂഡല്ലൂർ ടൗണൊക്കെ ഇതിന് താഴെയാണ് വരുന്നത്. രണ്ട് വഴിയിലൂടെ ഊട്ടിയിലേക്ക് വരാം. ഒന്ന് ഈ പറയുന്ന താഴെ നിന്നുള്ള ഗൂഡല്ലൂർ, നടുവട്ടം ഊട്ടി റോഡ്. ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ നമ്മുടെ ഗൂഡല്ലൂരിലേക്ക്. 8-9 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അത്രയും അടുത്താണ് ഈ സൂചിമലയിൽ നിന്ന് ഗൂഡല്ലൂർ ടൗണ്. സീ ലെവലിൽ നിന്നും 2500 മീറ്റർ ഉയരത്തിലാട്ടോ നമ്മളിപ്പോൾ. നല്ല കാറ്റ്, നല്ല സുഖമായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട്. നിങ്ങൾ തൊട്ട് മുമ്പിൽ കാണുന്നതാണ്, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ല, മുതുമല ടൈഗർ റിസർവ്. താഴെ കാണുന്ന ഫോറസ്റ്റാണ്. നമ്മൾ നേരത്തെ ആ വഴിയാണ് പോയിട്ട് മസനഗുഡി, കലട്ടി ചുരം കയറി ഊട്ടിയിലേക്ക് പോയത് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ അവസാന ഡെസ്റ്റിനേഷനായ സൂചിമലയും കഴിഞ്ഞ് പിന്നെ തിരിച്ച് ഞങ്ങൾ നാട്ടിലോട്ട് പോയി. രാത്രി ഒരു 7 മണിക്ക് മുമ്പ് തന്നെ ഞങ്ങൾ സുൽത്താൻ ബത്തേരി എത്തി കേട്ടോ. യാത്രകൾ ചെറുതാവട്ടെ വലുതാവട്ടെ, അതിന് കിട്ടുന്ന എക്സ്പീരിയൻസ് അത് വാല്യുബിൾ ആണ്. ബ്രിം എക്സ്പ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുടെയും ഷെയറും ചെയ്യുക. പിന്നെ നിങ്ങൾ കമൻറ്റ് ഒന്ന് അറിയിക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം.